ഈ ഓടണ ആരെന്ന് മനസ്സിലായോ? അന്ന് ബസ് അടിച്ചിട്ട് തളർന്നു പോയില്ലേ മൂപ്പർക്ക്. നമ്മളെ ട്രീറ്റ്മെൻറ്റിൽ ആളിപ്പോൾ ഓടാൻ തുടങ്ങി. നിൽക്കടാ. അപ്പം ഞാൻ മരുന്ന് വയ്ക്കാൻ വേണ്ടി പിറകെ ഓടുക, സമ്മതിക്കില്ല. അടക്ക് നിൽക്ക്. കണ്ടില്ലേ, ഇയാളായിരുന്നു. ആളൊന്ന് ഭക്ഷണം കഴിച്ച് സെറ്റായി വരുന്നുള്ളൂ. വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തളർന്ന ആൾ നടക്കാനും ഓടാനൊക്കെ തുടങ്ങി. മരുന്ന് വെക്കലാണ് ടാസ്ക്. അപ്പുറത്തെ സൈഡിൽ മുറിവായിട്ട് പുഴുണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് ആ മുറിവ് ഉണങ്ങണമെങ്കിൽ നമ്മൾ മരുന്ന് വെക്കണം. അപ്പോൾ നെറ്റിലിട്ട് പിടിച്ചിട്ട് വേണം മരുന്ന് വെക്കണം. ഉണ്ടല്ലേ, ഇതാണ് അവൻ്റെ ഓട്ടം. എന്തായാലും ആൾ ഓടാൻ തുടങ്ങിയാൽ നമുക്ക് സന്തോഷം. ഇനി പിറകെ പോയിട്ട് ഞാൻ ക്യാച്ചിനെട്ടിട്ട് പിടിച്ചിട്ട് മരുന്ന് വെക്കണം. ആളെ ഞാൻ ക്യാച്ച് ചെയ്തു പിറകെ ഓടിയിട്ട്. ഇതൊക്കെ ഇങ്ങനത്തെ കേസുകൾ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഉണ്ടല്ലേ. പക്ഷെ ആൾ നെറ്റിലായ കുറച്ച് കൂളായിട്ടാ. ഇവിടെ മുറിവുണ്ട്, നല്ല പുഴുണ്ടായിരുന്നു, അത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. ബസ് ഇടിച്ച സമയത്തുണ്ടായ ഇവിടെ ഒരു മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്. ഉണക്കാൻ സമ്മതിക്കുന്നില്ല. നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയാൽ നമുക്ക് മരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സന്തോഷം എന്നുള്ളത് ആള് നല്ല ആരോഗ്യത്തോടെ ഓടാൻ തുടങ്ങി. ഭക്ഷണം ഒന്ന് പിടിച്ചിട്ട് വരുന്നുള്ളൂ, വെള്ളം കുടിക്കുന്നുണ്ട്. എന്തായാലും ആള് ഉയർത്തി എഴുന്നേൽക്കട്ടെ, നമുക്ക് പരമാവധി ശ്രമിക്കാം. ഇവർ സഹകരിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓരോ ട്രീറ്റ്മെൻറ്റും നമ്മൾ വിജയിക്കുന്നത്. ബാക്കിയൊക്കെ പ്രപഞ്ച ശക്തികളുടെ കയ്യിലാണ്.